പാകിസ്ഥാന്റെ ഇന്നത്തെ തോൽവിയോടുകൂടി അവരുടെ ലോകകപ്പ് സെമി പ്രതീക്ഷകൾ അവസാനിച്ചു. മാച്ച് സമ്മറിലേക്ക് നോക്കിയാൽ ടോസ് ലഭിച്ച പാകിസ്ഥാൻ ബാറ്റിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു. പാകിസ്ഥാൻ നിരയിൽ ഓപ്പൺ ചെയ്തത് ഫർഹാനും അയൂബുമായിരുന്നു. ഓപ്പണിംഗ് അമ്പേ പരാജയമായിരുന്നു. പാകിസ്ഥാൻ സ്കോർ 14 നിൽക്കുമ്പോൾ ജോഫ്രെ ആർച്ചർ 7 റൺസുമായി നിന്ന അയൂബിനെ മടക്കി. പിന്നീട് വന്ന പാകിസ്ഥാന്റെ ക്യാപ്റ്റൻ ആകെയെ ലിയാൻ ഡോവ്സൺ ജേമി ഓവട്ടൻ്റെ കൈകളിൽ എത്തിച്ചു. അപ്പോൾ പാകിസ്ഥാൻ സ്കോർ 27-2. പിന്നീട് ബാബർ അസവും ഫർഹാനും ചേർന്ന് 46 റൺസിൻ്റെ കൂട്ടുകെട്ട്. അങ്ങനെ ടീം 73 നിൽക്കുമ്പോൾ ബാബർ മടങ്ങി. 24 പന്തുകളിൽ 25 റൺസ് മാത്രമാണ് ബാബർ നേടിയത്. പിന്നീട് ഫർഹാനും ഫക്കാർ സമ്മാനും ചേർന്ന് സ്കോർ കൊണ്ടുവരുന്ന സമയത്താണ് ജേമി ഓവട്ടൺ എറിഞ്ഞ പന്തിൽ LBWയിൽ കുരുങ്ങി ഫർഹാൻ ഔട്ടാകുന്നത്. 45 പന്തുകളിൽ 63 റൺസ് എടുത്ത ഫർഹാൻ മടങ്ങുമ്പോൾ പാകിസ്ഥാൻ സ്കോർ ബോർഡ് 122-4. അപ്പോഴേക്കും പാകിസ്ഥാന്റെ പതനം തുടങ്ങി. സ്കോർ 132 നിൽക്കുമ്പോൾ ആദിൽ റഷീദിന്റെ പന്തിൽ ലിയാം ഡോസണ് ക്യാച്ച് നൽകി ഫക്കാർ സൽമാനും മടങ്ങി. പിന്നീട് വന്ന ഉസ്മാൻ ഖാൻ 8 റൺസ്, നവാസ് 0, ഷാഹിദ് അഫ്രീദി 2, ഷദാദ് ഖാൻ 23. പാകിസ്ഥാൻ സ്കോർ 164 അവസാനിച്ചു. ഫർഹാൻ എടുത്ത 64 റൺസ് ഒഴിച്ചാൽ പാകിസ്ഥാൻ നിരയിൽ ആർക്കും തിളങ്ങാൻ സാധിച്ചില്ല. ബാറ്റിങ്ങിൽ എന്തൊരു തോൽവിയാണ് പാകിസ്ഥാൻ. മറുപടി ബാറ്റിങ്ങിന് ഇറങ്ങിയ ഇംഗ്ലണ്ട് 0 നിൽക്കുമ്പോൾ 1 വിക്കറ്റ് നഷ്ടമായി. ഷാഹിൻ അഫ്രീദി സോൾട്ടിനെ മടക്കി. അടുത്ത ഓവർ ജോസ് ബട്ട്ലറെയും മടക്കി ഷാഹിദ് അഫ്രീദി പാകിസ്ഥാന് പ്രതീക്ഷകൾ നൽകി. അപ്പോൾ ഇംഗ്ലണ്ട് സ്കോർ 17-2. 35 റൺസ് നിൽക്കുമ്പോൾ ബത്തലിനെയും എടുത്ത് ഷാഹിദ് അഫ്രീദി താൻ വീണ്ടും ഫോമിലെത്തിയെന്ന് ഇംഗ്ലണ്ടിനെ കാണിച്ചു കൊടുത്തു. ബാൻറ്റൻ്റെയും സാം കരൻ്റെയും വിക്കറ്റുകൾ എടുത്ത് ഉസ്മാൻ താരിഖ് വീണ്ടും പാകിസ്ഥാന് പ്രതീക്ഷകൾ നൽകി. ഇംഗ്ലണ്ട് സ്കോർ ബോർഡ് 103-5. പക്ഷേ ഇംഗ്ലണ്ട് ക്യാപ്റ്റൻ ഹാരി ബ്രൂക്ക് പാകിസ്ഥാന് ചുട്ട മറുപടി കൊടുത്തു. 51 പന്തുകളിൽ അദ്ദേഹം നേടിയ 100 റൺസ് കൊണ്ട് മാത്രമാണ് ഇംഗ്ലണ്ടിനെ വിജയത്തിലെത്തിക്കാൻ സാധിച്ചത്. ബ്രൂക്ക് മടങ്ങുമ്പോൾ ഇംഗ്ലണ്ട് 16.6 ഓവറിൽ 155-6. മുഹമ്മദ് നവാസ് 18 ഓവറിൽ വിൽ ജാക്സിനെ മടക്കുമ്പോൾ ഇംഗ്ലണ്ട് സ്കോർ 160-7. അതേ ഓവറിലെ 5-ാം പന്തിൽ ജേമി ഓവട്ടനെയും മടക്കി മുഹമ്മദ് നവാസ് പാകിസ്ഥാന് വിജയപ്രതീക്ഷകൾ സമ്മാനിച്ചു. പിന്നീട് വേണ്ടത് 7 ബോളിൽ വെറും 4 റൺസ് മാത്രം. 19-ാം ഓവറിൽ 5 പന്തുകൾ ബാക്കി നിർത്തി ഇംഗ്ലണ്ട് വിജയിച്ച് ഗ്രൂപ്പ് 2-ൽ 1-ാം സ്ഥാനക്കാരായി. ഇതോടുകൂടി പാകിസ്ഥാന്റെ സെമി പ്രതീക്ഷകൾ അവസാനിച്ചു. പാകിസ്ഥാൻ ടീമിൽ 2 അക്കം കണ്ടത് വെറും 4 പേർ. പാകിസ്ഥാൻ പ്രിൻസ് ബാബർ അസം നേടിയത് 24 പന്തിൽ 25 റൺസ് മാത്രം. 2026 T20 വേൾഡ് കപ്പിൽ കാണാൻ സാധിച്ചത് പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡിൻ്റെ ബാറ്റിങ്ങിനും ബോളിങ്ങിനുമുള്ള അമ്പേ പരാജയമാണ്. അപ്പോൾ അടുത്ത വീഡിയോയുമായി എത്താം. മലയാളി ഫ്രം UK.